നമുക്കിപ്പം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CPIയുടെ പ്രതിനിധിയെ മത്സരിക്കുന്ന അരുൺകുമാറാണ്. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് അരുൺകുമാർ നേരിടുന്നത്. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭൂരിപക്ഷം 61,138 ആയിരുന്നു അന്ന് ചിറ്റയം ഗോപകുമാറിനെതിരെ. പക്ഷേ സാഹചര്യങ്ങൾ മാറുന്നു. തീർച്ചയായിട്ടും അരുൺകുമാറിന് അവിടെ ഒരു എഡ്ജ് ഉണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പ്രവചിച്ചിരുന്നു. റിപ്പോർട്ടറിൻ്റെ പ്രീപോൾ സർവേയും അത്തരത്തിലൊരു എഡ്ജ് പ്രവചിച്ചിരുന്നു. പക്ഷേ അവസാന ഘട്ടം കൊടിക്കുന്നിൽ സുരേഷിന്, ഒരു പോൾ മാനേജറായ കൊടിക്കുന്നിൽ സുരേഷിന് വിവിധ കമ്മ്യൂണിറ്റികളെ മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് അവസാന ഘട്ടവും അരുൺകുമാറിന് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര ഭൂരിപക്ഷം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അരുൺ? മാവേലിക്കരയിൽ ഞങ്ങൾ ചരിത്രപരമായ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. 1,00,000-നടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കരയിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. 1,00,000, അതായത് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ 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 2011-ലും കൊടിക്കുന്നിൽ സുരേഷിന് കിട്ടിയത് 32,000 മാത്രമാണ്. അപ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം? ആ 50,000 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്, ഹ്യൂജ് നമ്പറാണ്. ഏകദേശം 1.25 ലക്ഷം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ അത് നടക്കൂ. ആ നാടിന്റെ ഒരു പൊതുവികാരമുണ്ട്. മാവേലിക്കരയിൽ ഒരു മാറ്റം വേണമെന്ന് ആ നാട് ഒന്നാകെ ആഗ്രഹിച്ചതിന്റെ ഒരു വലിയ എഫക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് ഈ മാവേലിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ 59 ദിവസക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ തരംഗത്തോട് കൂടിയിട്ട് ഉള്ള പ്രവർത്തനമാണ് അവിടെ ഉണ്ടായത്. ഇപ്പോഴും ആ നാട്ടിൽ എവിടെ ചോദിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ സംബന്ധിച്ചാണ് ആ നാടിനൊന്നാകെ സംസാരിക്കാൻ വേണ്ടിയുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ മാവേലിക്കരയിൽ കഴിഞ്ഞ 3 തവണയും കൊടിക്കുന്നിൽ സുരേഷ് ജയിച്ച ഘട്ടങ്ങളിൽ വോട്ട് ഷെയർ ആദ്യം 49.4, 45.3, 45.44 ഈ രൂപത്തിലായിരുന്നു. എന്നാൽ 3 തവണയും LDFന്റെ വോട്ട് ഷെയർ താഴേക്കാണ് പോകുന്നത്. 43.4 നിന്ന് 41.6, 39% അവസാനം നിൽക്കുന്നത്. താഴേക്ക് പോയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? അത് ഇത്തവണത്തെ ഒരു പ്രത്യേകത, ആ നാട്ടിൽ ഉണ്ടായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതുവികാരമുണ്ട്. ഒരു മാറ്റം വേണമെന്ന് മാവേലിക്കരക്കാർ ആഗ്രഹിച്ചു. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു പ്രതിഭാസമല്ല. കുറച്ചു നാളുകളായി ഈ നാടിനൊരു മാറ്റം വേണം, ഈ നാടിന്റെ വികസനത്തെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടിയിട്ടാണ് അവരെല്ലാം ചർച്ച ചെയ്തത്. അതിന്റെ എല്ലാം ഒരു പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടായി വരാൻ വേണ്ടി പോകുന്നത്. നോക്കൂ അരുൺകുമാർ, എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ 18ാം പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജയിക്കുകയാണെങ്കിൽ ഏറ്റവും സീനിയറായ MP ആയിരിക്കും. ഒരുപക്ഷെ പ്രോട്ടം സ്പീക്കർ ആകാൻ വരെ സാധ്യതയുള്ള MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് കൊടിക്കുന്നിലിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. പക്ഷേ ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ, നല്ല സംഘാടകൻ എന്നുള്ള നിലയിൽ അവസാനം കൊടിക്കുന്നിൽ കടന്നു കൂടുകയാണ് പതിവ്. ഇത്തവണ അത്തരത്തിലുള്ള സാധ്യത, അതായത് കൊടിക്കുന്നിലൊരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കുക എന്നുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇതിപ്പോൾ നാളെ കൗണ്ടിംഗ് ആണല്ലോ, പോളിംഗ് അല്ലല്ലോ, അപ്പോൾ തുറന്നു പറയാവുന്നതേ ഉള്ളൂ. അല്ല, നമ്മളെല്ലാരും പറയുന്നത് നേരിയ ഭൂരിപക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിന്റെ 26-ാം തീയതി പോളിംഗ് ദിവസം വരെ വലിയ മാർജിനിൽ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിനകത്ത് ആ പാർട്ടി തന്നെ വിലയിരുത്തല്, അവരുടെ പോൾ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ വന്ന സമയത്ത് 3 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ മാവേലിക്കര ഉണ്ടായിരുന്നു തോൽക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, മാറ്റം വരെ ആലോചിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ കൊടിക്കുന്നിൽ പറഞ്ഞത് അദ്ദേഹത്തിനോട് പാർട്ടി ആവശ്യപ്പെട്ടു മത്സരിക്കാൻ, അതുകൊണ്ടാണ് മത്സരിച്ചത് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ യുക്തിയൊന്നുമില്ല, നാളെ അറിയാൻ പോകുന്ന റിസൾട്ടാണ്, എങ്കിൽ പോലും അങ്ങനെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് കടന്ന് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് താങ്കളുടെ ഒരു നിരീക്ഷണം ചോദിച്ചാൽ. ഞങ്ങളിവിടെ കഴിഞ്ഞ കാലങ്ങളേക്കാൾ വളരെ കെട്ടുറപ്പോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാവേലിക്കരയിൽ നടന്നു. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പുതിയ കക്ഷികൾ ഇടതുപക്ഷത്തേക്ക് വന്നിരുന്നു. അവർക്കെല്ലാം വലിയ സ്വാധീനങ്ങളുള്ള പ്രദേശങ്ങളാണ്. അവരെല്ലാം കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ഈ പറയുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്തെല്ലാം UDFനോടൊപ്പം ഉറച്ചു നിന്ന ആളുകളാണ്.
അത്തരം കക്ഷികളെല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം വലിയ പ്രവർത്തനങ്ങളാണ് ഓരോ പ്രദേശങ്ങളിലും നടന്നിട്ടുള്ളത്. അതെല്ലാം കേവലമായ 61,000 അല്ലെങ്കിൽ 62,000 ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഭൂരിപക്ഷം എല്ലാം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഭൂരിപക്ഷം മാറുക മാത്രമല്ല, ഒരു മാവേലിക്കരയ്ക്ക് മാറ്റം വേണമെന്നുള്ള ഈ നാടിന്റെ ഒരു പൊതുവികാരം, അതൊരു പക്ഷേ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് കണ്ടറിഞ്ഞവർക്കെല്ലാം അത് നന്നായി ബോധ്യപ്പെടുകയും മനസ്സിലാകുകയും ചെയ്തതായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ നാട്ടിൽ ഇറങ്ങി ചെന്നപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ പൊതുവികാരമുണ്ട്. ഈ നാടിന്റെ ഒരു പൊതുവികാരം, ഈ നാട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം വോട്ടുകളാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അരുൺകുമാർ, ഇപ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ ഏറ്റവും യോഗ്യനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെയാണ് അരുൺകുമാർ, ഒരു സംശയവുമില്ല. നോക്കൂ, പല ഘടകങ്ങൾ അരുൺകുമാറിന് ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാണ്. ഇപ്പോൾ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ശക്തമായ മാറ്റം വേണമെന്ന ജനങ്ങൾക്കിടയിൽ ആഗ്രഹമുള്ള ഒരു സാഹചര്യം നിൽക്കുന്നു. അതായത് ഒരു ആൻറ്റി ഇൻകംബൻസി അതിശക്തമായി കൊടിക്കുന്നിൽ സുരേഷിനെതിരെ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് വോട്ടായി മാറണം. പിന്നെ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന മാവേലിക്കരയിൽ നിന്നുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷവും ഇടതുപക്ഷ ഘടകകക്ഷികൾ ആണ് വിജയിച്ചു വന്നിട്ടുള്ളത്. 3 മന്ത്രിമാരുള്ള മണ്ഡലമാണ് താങ്കളുള്ളത്. KN ബാലഗോപാൽ, സജി ചെറിയാൻ, അതേപോലെ തന്നെ KB ഗണേഷ് കുമാർ. അപ്പോൾ എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. ഒരു തിരിച്ചടി ഉണ്ടായാൽ താങ്കളുടെ കന്നി മത്സരമാണിത്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ അങ്ങേക്ക്? 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഏറ്റവും ഗംഭീരമായ പ്രവർത്തനങ്ങൾ ആ നിയമസഭാ മണ്ഡലങ്ങളിലെ MLA-മാരായ ജനപ്രതിനിധികൾ അതിന് നേതൃത്വം കൊടുത്തു. അതിൽ 3 പേർ മന്ത്രിമാർ തന്നെയാണ്. അവരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചു നിന്നാണ് ആ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഞങ്ങളുടെ വിലയിരുത്തലുകൾ, ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ ഞങ്ങൾ അല്പ വോട്ടുകൾക്ക് ചങ്ങനാശ്ശേരിയിൽ പുറകിൽ പോകും. പക്ഷെ ബാക്കി 6 സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ലീഡുണ്ടാകും. അതാണ് ആത്മവിശ്വാസം. അതാണ്. താങ്ക് യു അരുൺ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അരുൺ. അപ്പോൾ ഗംഭീരമാവട്ടെ നാളത്തെ ദിവസം. ആഘോഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും കൗണ്ടിംഗ് സ്റ്റേഷനിലായിരിക്കുമല്ലോ, അതോ പാർട്ടി ഓഫീസിലിരുന്നാണോ? രാവിലെ എന്തായാലും കൗണ്ടിംഗ് സ്റ്റേഷനകത്ത് രാവിലെ കയറും. ഞാൻ മാവേലിക്കരയിലുണ്ട്. ഞാൻ മാവേലിക്കരയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. എന്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. എന്നാലും മാവേലിക്കരയിൽ തന്നെ നിൽക്കുന്നു. ഏജന്റുമാരായിട്ടുള്ളവരെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. അവരെല്ലാം ക്രമീകരിക്കും. താങ്ക് യു അരുൺ. നന്നായി. എല്ലാവിധ ആശംസകളും.